ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് എലിവില്ല് കേട്ടാ. എലിവില്ല്, എലി അടി, മൗസ് ട്രാപ്പ് അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഇത് സംഭവം നമ്മളെ വണ്ടി കയറി നശിപ്പിച്ച് കളഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ എലി കയറിയിട്ട്. എലി ഡെയിലി കയറക്കുമായിരുന്നു. പലതും ട്രൈ ചെയ്ത് നോക്കി. ഈ ബിസ്ക്കറ്റ് പോലത്തെ സാധനം, കേക്ക്, പിന്നെ അങ്ങനെ പലതും നോക്കി, ഒരു രക്ഷയില്ല. എല്ലാം ഇതൊക്കെ തിന്നുകൊണ്ട് പോകണമല്ലാണ്ട് ഇതൊന്നും ചാവണില്ല. അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതിൽ ഏകദേശം 500 രൂപയും കണ്ടാണ് വില. എനിക്കിത് 380 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, പെരുങ്കടവള. അങ്ങനെ 380 എനിക്കിതിനായത്. ഇതിൽ 390 ഇതിൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. 380 രൂപയ്ക്ക് കിട്ടി. ഓൺലൈനിൽ ഏകദേശം 450, 500 ആ ലെവലാണ് ഇതിൻ്റെ വില കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ഞാൻ 2-3 എലി അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ കുളത്തിൽ ഇങ്ങനെ ഇടണം. അതുകൊണ്ട് നിങ്ങൾ ട്രാപ്പ് വച്ചാൽ പിന്നെ ഫ്രണ്ടിലൊന്നും പിടിക്കരുത്. ഇതിന്റെ പുറകിൽ പിന്നെ അടിഭാഗത്ത് മാത്രമേ പിടിക്കാവൂ. ഇതാ കണ്ടില്ലേ, ഇത്രയും പവറാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വിരലെങ്ങാനും പെട്ടാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എലിയുടെ അവസ്ഥ പിന്നെ പറയേ വേണ്ട, അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ അവസ്ഥ. അതാ നോക്കിക്കുക. ഭാഗ്യത്തിന് ഇവന്മാര് ഈ വയറുകളൊന്നും കടിച്ചറുത്തിട്ടില്ല, പക്ഷെ മൊത്തം കയറി വൃത്തികേടാക്കിയിട്ട് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ പോയ ഇവന്മാർ ഇത് കടിച്ചിറക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ എലിവില്ല് വാങ്ങേണ്ടി വന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നും. നമ്മൾ ഇങ്ങനെ പൊന്നുപോലെയൊക്കെ വണ്ടി ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എലിയൊക്കെ കയറി ഇങ്ങനെ നശിപ്പിച്ചിടുമ്പോൾ ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഒരു ഫീലിങ്സ് തോന്നും. അത് എത്ര പേർക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം പോലെയായിരുന്നു. കാരണം ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടും ഇത് പോണില്ല. പിന്നെ അവസാനം കടയിൽ പോയി ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞ് കേക്ക് വെച്ച് കൊടുത്താൽ ഇത് ഉറപ്പായിട്ടും എലി ചാവുമെന്ന് പറഞ്ഞ്. തിന്നുവാണെങ്കിൽ ചാവുമെന്ന് പറഞ്ഞു. പക്ഷെ തിന്നിട്ടുള്ളതിന് തെളിവുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചത്തിട്ടില്ല. നമ്മൾ ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് തീറ്റയായിട്ട് വയ്ക്കുന്നത് മരിച്ചിനെയാണ് കേട്ടോ. മരിച്ചിനെ ഇങ്ങനെ നൈസിന് അരിഞ്ഞിട്ട് ഇതിലേതായി ഈ കുളത്തിൽ ഇങ്ങനെ കയറ്റി അങ്ങ് വെച്ച് കൊടുക്കും. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വയ്ക്കണം. കാരണം ഇത് പെട്ടെന്ന് വന്ന് ചെറുതായിട്ട് വന്ന് കടിച്ചാൽ ഇത് ഊരി പോവാത്ത രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഇത് കടിച്ച് വലിക്കുമ്പോൾ ഈ ക്ലിപ്പ് വന്ന് അടിക്കൂ. അടിച്ചാൽ ചാവും, അത്രയ്ക്ക് പവർഫുള്ളാണ്. ഡബിൾ സ്പ്രിങ് ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊറി വെച്ച് കഴിഞ്ഞാൽ, പൊറി എന്ന് പറയുമ്പോൾ ഇത് ട്രാപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഫ്രണ്ടിലൊന്നും കൈ തൊടരുത്. അഥവാ അടിച്ച വിരല് ഉറപ്പായിട്ട് എല്ല് പൊട്ടും, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ട്രാപ്പ് സെറ്റ് ചെയ്ത് ഇനി നമ്മളിത് വണ്ടിയുടെ അടിയിലോട്ട് കൊണ്ടുവയ്ക്കാൻ പോവാണ്. ആ ബോണറ്റിന്റെ അടിയിലോട്ടാണ് വെക്കുന്നത്. കാരണം ബോണറ്റിന്റെ അവിടെ കൂടെയാണ് ഇത് എഞ്ചിനിൽ കയറുന്നത്. അതിന്റെ ആ ഭാഗത്ത് തന്നെ കൊണ്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ തന്നെ അടി പറ്റുകയും ചെയ്യും. നമുക്ക് വെച്ച് കൊടുക്കാമേ. നമ്മളിന്നലെ രാത്രി വെച്ച് അത് നോക്കാൻ പോവാണ് കേട്ടോ, സംഭവം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. രാത്രിയാണ് ഇവന്മാർ വരണത്, അതുകൊണ്ടാണ് രാത്രി വെച്ചിരുന്നത്. ഇപ്പൊ നോക്കാണ്. സംഭവം അടിച്ചിട്ടുണ്ട് കേട്ടാ. ഇതായിരിപ്പുണ്ട്, അടിപൊളി, അടിച്ച് ചത്തിരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് എലിയെ കൊല്ലുന്നത്. പല രീതി ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി. ഇനി ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് അടിക്കാം. കാറിലൊക്കെ എലി കയറുന്നത് തടയാൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗ്ഗമേ കാണുന്നുള്ളൂ. വേറെ എന്തോന്നൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എലീനെ കൊല്ലണമെങ്കിൽ ഈ സാധനം ഏറ്റവും സൂപ്പർ സാധനം ഇതാണ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ കിട്ടും, പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് എല്ലാ വീട്ടിലും ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. അത്രയ്ക്ക് ഉപയോഗമുള്ള സാധനമാണിത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.